ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നു അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ചു. അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരോ ഏറ്റവും പുറത്ത് ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഈ സംഭവം കഫർന്നഹൂമിലാണ്. കഫർന്നഹൂം ഒരു തുറമുഖ പട്ടണമാണ്. ഗലീലക്കടലിന്റെ തീരത്തുള്ള ഒരു പട്ടണമാണ് കഫർന്നഹൂം. കർത്താവായ യേശു നസറേത്തിലെ പള്ളിയിലെ ആദ്യ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ പട്ടണം പണിതിരിക്കുന്ന മലയുടെ വക്കത്ത് കൊണ്ടുപോയി നിർത്തി തലകീഴായി തള്ളിയിട്ട് കൊല്ലാനൊരുങ്ങി. യേശു അവരുടെ തന്ത്രം മനസ്സിലാക്കി അവരുടെ നടുവിൽ കൂടി നടന്ന് മുന്നോട്ട് പോയി. പിന്നെ യേശു നസറേത്തിലേക്ക് പോയിട്ടില്ല. പിന്നെ യേശു അവിടെ അല്ല താമസിച്ചത്. യേശുവിന് കഫർന്നഹൂമിൽ താമസിക്കാൻ ഒരു വീട് ഉണ്ടായി. അത് ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ വീടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും യേശു താമസമാക്കിയ ആ കഫർന്നഹൂമിലെ ഒരു ശതാധിപൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ടാള മേധാവി, അദ്ദേഹം റോമക്കാരനാണ്, യഹൂദനല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രസംഗത്തെക്കുറിച്ച് ഇതിനോടകം അദ്ദേഹം കേട്ടു. ഇദ്ദേഹത്തിന്റെ ബാല്യക്കാരന് പക്ഷവാതം പിടിച്ച് കിടക്കുകയാണ്. ഈ ബാല്യക്കാരന് വേണ്ടി അദ്ദേഹം പല ചികിത്സയും ചെയ്തു കാണും. പക്ഷേ ഒരു കുറവുമില്ല. അതുകൊണ്ട് യേശുവിനെ സമീപിക്കാനായി ഈ പട്ടാള മേധാവി തീരുമാനിച്ചു. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നമ്മുടെ കർത്താവിന് ഈ ബാല്യക്കാരോട് അല്ലെങ്കിൽ വേലക്കാരോട്, തൊഴിലാളികളോട്, ഈ ദാസന്മാരോട് ഭയങ്കര ബഹുമാനമാണ്, താല്പര്യമാണുള്ളത്. അങ്ങനെയുള്ളവരെ ആദരിക്കുന്ന ആളാണ് നമ്മുടെ കർത്താവ്. കാരണം അബ്രഹാമിന്റെ ദാസനായ എലയാസറിനെ കുറിച്ച് വളരെ നല്ല വാക്കുകളാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ മോശയുടെ ദാസനായിരുന്നു യോശുവ. മോശയുടെ ദാസനായ ആ യോശുവയാണ് പിൽക്കാലത്ത് സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കാൻ ഇടയായി തീർന്നതും ഇസ്രായേലിന് കനാൻ നാട് വിഭാഗിച്ച് നൽകാൻ ഇടയായി തീർന്നത്. അതുപോലെ ഏലിയാവിന്റെ ദാസനായിരുന്നു എലീശ. ഏലിയാവ് ചെയ്തതിനേക്കാൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഈ എലീശയ്ക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വന്നാൽ അവിടെ, അതായത് യേശുവും ശിഷ്യന്മാരും ഒക്കെ താമസിച്ചിരുന്ന ഒരു വീടാണ്
മറിയയുടെ വീട്, അതായത് മർക്കോസിന്റെ അമ്മ മറിയയുടെ വീട്. പത്രോസ് തടവിലായ സമയത്ത് ആ വീട്ടിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി പത്രോസിന് വിടുതലുണ്ടായി. പത്രോസ് വന്ന് വാതിക്കൽ മുട്ടിയപ്പോൾ ആ വീട്ടിലെ വേലക്കാരിയാണ് പറയുന്നത് ഇത് പത്രോസാണ് എന്ന്. മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടായില്ല. പക്ഷേ ആ വേലക്കാരിയുടെ വിശ്വാസത്തെ ദൈവം വിലമതിക്കുക. അതുപോലെ നയമാന്റെ വീട്ടിലെ ആ ഇസ്രയേലിയ പെൺകുട്ടി വേലക്കാരി, അവളാണ് നയമാനോട് പറയുന്നത് എലീശ പ്രവാചകന്റെ അടുക്ക ചെന്നാൽ കുഷ്ഠരോഗ സൗഖ്യം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഈ വേലക്കാരെ വളരെ ആദരിക്കുന്ന, എളിവരായ ആളുകളെ വളരെ ആദരിക്കുന്ന ആളാണ്. ഒന്നാമത്തെ യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം അത് വേലക്കാര് വീട്ടിലെ വേലക്കാര് പറഞ്ഞപ്പോഴാണ് യേശു ചെയ്തത്. അല്ലാതെ വീട്ടുടയൻ വന്ന് പറയട്ടെ എന്നൊന്നും യേശു ചിന്തിച്ചില്ല. ഇവിടെ ഈ ശതാധിപൻ പട്ടാള മേധാവി തൻ്റെ വേലക്കാരന്റെ സൗഖ്യത്തിനായിട്ടാണ് യേശുവിനെ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും യേശുവിന് അത് ഇഷ്ടമാണ്. യേശു പറഞ്ഞു, ഞാൻ വന്ന് സൗഖ്യം തരും. നമുക്കറിയാം, മുൻപ് കഫർന്നഹൂമിലെ ഒരു രാജഭൃത്യൻ, അദ്ദേഹം യഹൂദനാണ്. അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ മകന് അസുഖം കഠിനമായിരിക്കുന്നു, നീ വന്ന് മരിക്കും മുമ്പേ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ വരേണ്ട ആവശ്യമില്ല, പൊയ്ക്കൊള്ളുക, നിന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ ഞാൻ വന്ന് സൗഖ്യമാക്കുമെന്ന് പറയുകയാണ്. അപ്പോ ഈ ശതാധിപൻ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പട്ടാള മേധാവിയാണ്. യേശുവിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു തച്ചുപണിക്കാരനായിരുന്നു 30 വർഷം വരെ. പക്ഷേ അത് ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് എന്ന് ഈ ശതാധിപൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഉദാഹരണത്തിന് എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുത്തനോട് പോകാന്ന് പറഞ്ഞാൽ പോകുന്നു, ഒരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ബാല്യക്കാലം അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു. അതുപോലെ നിന്റെ കീഴിൽ, അങ്ങയുടെ കീഴിൽ പടയാളികളുണ്ട്. അങ്ങ് സൈന്യങ്ങളുടെ ദൈവമാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ദൂതന്മാർ അങ്ങേ അകമ്പടി സേവിക്കുന്നുണ്ട്, അദൃശ്യ ദൂതന്മാർ. അവരിൽ ആരോടെങ്കിലും കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അങ്ങ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്, ദൂതന്മാരുടെ ആരാധന സ്വീകരിച്ചുകൊണ്ട് ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ ഉള്ളം തുടിച്ചു. യേശു പറയുകയാണ്, ഇങ്ങനെയുള്ള വിശ്വാസം ഇസ്രയേലിൽ കൂടെ ഞാൻ കണ്ടിട്ടില്ല, യഹൂദന്മാരിൽ കൂടെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ വാക്കുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ ആ ബാല്യക്കാരന് സൗഖ്യമുണ്ടാകുകയാണ്. യേശു പറഞ്ഞു, കിഴക്ക് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും പന്തിക്കിരി. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇസ്രയേലിന്റെ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും ഉള്ള പുറജാതി രാജ്യങ്ങളിൽ നിന്ന് അനേകർ വിശ്വാസത്തിലേക്ക് വരാനിടയാകും. ഇത് സഭയുടെ കാര്യമാണ്. പ്രിയപ്പെട്ടവർ, ഈ കാലത്ത് ഏറ്റവും അധികം മാനസാന്തരം നടക്കുന്ന രാജ്യങ്ങൾ അത് അറബി രാജ്യങ്ങളാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും, സൗത്ത് കൊറിയ, സുഡാൻ, സൊമാലിയ, റുമേനിയ, അതുപോലെ ലിബിയ, പിന്നെ കുവൈറ്റ്, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന അവിടെയെല്ലാം ഭയങ്കര ക്രിസ്തീയ പീഡയാണെന്നാണ്. ക്രിസ്തീയ പീഡയുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെയുള്ള അറബികളായ ഉന്നതരായ ആളുകൾ അവരൊരുപക്ഷെ വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്നതിൻ്റെ ഫലമായിട്ടും കൂടെ ആയിരിക്കാം
അവർ സുവിശേഷം കേട്ട് യേശു ദൈവമാണെന്ന് അവർ വിശ്വസിച്ച് അങ്ങനെ അവരുടേതായ സഭകൾ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. യേശു പറഞ്ഞു, കിഴക്ക് നിന്നും, ഇസ്രയേലിന്റെ കിഴക്ക് നിന്നും വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കും. തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൽ സകല രാജ്യത്തു നിന്നുള്ള ആളുകൾ, യഹൂദരല്ലാത്ത ആളുകൾ വിശ്വാസത്തിലേക്ക് ഇതുപോലെ വരാനിടയാകും എന്നാണ് യേശു പറഞ്ഞത്. അതിന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, യേശു ദൂതസഞ്ചയങ്ങളാൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ബഹുമാനം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ചരകദ്വൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. യേശു ജനിച്ച് വളർത്തപ്പെട്ട വീടെന്നൊക്കെ പറഞ്ഞ വെറും ചെറ്റപ്പെരയാണ്. എന്നാൽ ഈ ശതാധിപ പട്ടാള കമാൻഡറുടെ വീടെന്ന് പറഞ്ഞാൽ അത് ബംഗ്ലാവാണ്. അവൻ പറയുകയാണ്, അയ്യോ, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ, പുരയെന്നാണ് പറഞ്ഞത്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. യേശുവിനെ ഇതുപോലെ ആദരിക്കാൻ ആ പട്ടാള മേധാവിക്ക് കഴിഞ്ഞതുപോലെ നമുക്ക് സാധിക്കട്ടെ. സാധിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലാത്തവർ യേശുവിനെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് ആരാധിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.